കയ്യിൽ കാശ് രൂപം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ വീട്ടുകാരെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. കുഞ്ഞുവാവ ഉണ്ടായി കഴിയുമ്പം ആദ്യമേ തന്നെ തൈലം കുഞ്ഞുവാവയുടെ നെറ്റിയിൽ പുരട്ടണമെന്ന്. അതുപോലെ തന്നെ കുഞ്ഞുവാവ ഉണ്ടായി കഴിഞ്ഞപ്പോഴേക്കും ഓപ്പറേഷൻ തിയേറ്ററിൽ തന്നെ ഒരു നണ്ണുണ്ടായിരുന്നു. ആ സിസ്റ്ററാണ് എൻ്റെ കുഞ്ഞുവാവയ്ക്ക് നെറ്റിയിൽ കുരിശ് വരച്ച് തൈലം പുരട്ടിയത്. അതൊക്കെ മാതാവിൻ്റെ അനുഗ്രഹമായിട്ട് ഞാൻ കാണുകയാണ്. ഓരോരോ ഘട്ടത്തിലും എപ്പോഴും മാതാവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുഞ്ഞുവാവ ഉണ്ടായി കഴിഞ്ഞ് കുഞ്ഞുവാവയുമായി ഞാനും ഹസ്ബൻഡും കുഞ്ഞും കൂടെ ഇവിടെ വന്നിരുന്നു സാക്ഷ്യം പറയാൻ. അന്നേരം ഒരുപാട് ഇവിടെ തിരക്കായിരുന്നു, കുഞ്ഞു വല്ലാതെ കരച്ചിലായിരുന്നു. അതുകൊണ്ട് അന്ന് പറയാൻ പറ്റിയില്ല. അതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു മാതാവിനോട്. ഹസ്ബൻഡ് വിദേശത്താണ് വർക്ക് ചെയ്യുന്നത്, അദ്ദേഹത്തിന് പോകേണ്ടി വന്നു. എങ്കിലും ഞങ്ങൾ വീണ്ടും കുഞ്ഞുമാവയായിട്ട് ഇവിടെ വന്നു. അപ്പോൾ മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും വീണ്ടും വീണ്ടും നന്ദി പറയുകയാണ്. ഇതല്ലാതെ ഒരുപാട് ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ ജീവിതത്തിലുണ്ടായി. തൈലം പുരട്ടുകയും എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു വയ്യായിക വന്നാൽ വിശ്വാസ പ്രമാണം ചൊല്ലി, എൻ്റെ അമ്മ വയ്യാത്തതാണ്, അമ്മയ്ക്ക് തൈലം പുരട്ടി കൊടുക്കും, അങ്ങനെ ആശ്വാസം കിട്ടാറുണ്ട്. പിന്നെ എൻ്റെ ഒരു ബന്ധു പറഞ്ഞു, ബന്ധുവിൻ്റെ നെയ്ബറിന് വിട്ടുമാറാത്ത ചുമയാണ്, അന്നേരം തേൻ കൊടുക്കണം. അപ്പോൾ എൻ്റെ കയ്യിൽ തേൻ ഉണ്ടായിരുന്നു, ഞാൻ തേൻ കൊടുത്തു. അതിനുശേഷം പിന്നീട് ആ ചുമ വന്നിട്ടേ ഇല്ല. വളരെയധികം കഷ്ടപ്പെടുന്ന ആളായിരുന്നു ചുമ കൊണ്ട്. പിന്നീട് ആ ചുമ വന്നിട്ടേ ഇല്ല. അപ്പോൾ എന്നോട് പറഞ്ഞു, അതും ഇവിടെ വന്ന് പറയണം, മാതാവിൽ നിന്ന് കിട്ടിയ അനുഗ്രഹം ഇവിടെ വന്ന് എല്ലാവരെയും അറിയിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അതും കൂടി ഇവിടെ പറയുകയാണ്. ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവിൽ നിന്ന് കിട്ടി. ഉടമ്പടി പുതുക്കേണ്ട സമയമായിരുന്നു. അന്നേരം പ്രഗ്നൻസി പീരീഡ് ആയതുകൊണ്ട്, റെസ്റ്റ് ആയതുകൊണ്ട് പുതുക്കാൻ വരാൻ സാധിച്ചില്ല. അപ്പോൾ കഴിഞ്ഞ ആഴ്ച വന്ന് ഞാൻ ഉടമ്പടി വീണ്ടും പുതുക്കി അങ്ങനെ ഉടമ്പടിയിലായിരിക്കുവാൻ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. എല്ലാത്തിനും ഒരിക്കൽ കൂടി മാതാവിനും ഈശോയ്ക്കും നന്ദി പറയുന്നു.